സ്വാഗതം. എൻ്റെ പേര് അഞ്ജു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റീറ്റെയിൽ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. എന്താണ് റീറ്റെയിൽ മാർക്കറ്റിംഗ്? റീറ്റെയിൽ മാർക്കറ്റിംഗ് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു റീറ്റെയിലർ കാണും. നമുക്കറിയാം, ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ്. ആ എൻറ്റിറ്റിയിൽ ഒരു റീറ്റെയിലർ കാണും. ആ റീറ്റെയിലർ എന്താണ് ഉദ്ദേശിക്കുന്നത്? They are satisfying the end users. Here end users means customers. So കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാം. ഒരു പ്രോഡക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സർവീസ് കൊണ്ടോ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് റീറ്റെയിലേഴ്സ് ചെയ്യുന്നത്. സോ റീറ്റെയിൽ സിംപ്ലി മീൻസ് എനി ബിസിനസ് that describes to the directing its marketing effort towards satisfying the final consumer based upon the organization or selling goods and services as a means of distribution. Retail marketing is the process by which retailers promote awareness and sales of a company product. It makes use of the common principles of marketing mix, which includes product, price, place and promotion. Simply പറയുകയാണെങ്കിൽ റീറ്റെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതൊരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സ് അവരുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുകയാണ്. ഒരു കമ്പനി പ്രോഡക്റ്റിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുകയും അത് ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റീറ്റെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിലൊരു റീറ്റെയിലർ കാണും. അതുപോലെ തന്നെ എന്താണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് കസ്റ്റമർ അല്ലെ എൻഡ് യൂസർ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക. ഈ റീറ്റെയിൽ മാർക്കറ്റിങ്ങിന് മാർക്കറ്റിംഗ് മിക്സ് നമുക്കറിയാം എന്തൊക്കെയാണെന്ന്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു റീറ്റെയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സോ മാർക്കറ്റിംഗ് മിക്സ് ഇൻക്ലൂഡ് പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. എന്താണ് പ്രോഡക്റ്റ്? എനിത്തിങ് ദാറ്റ് സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നിനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിനു മുമ്പേ നമുക്ക് റീറ്റെയിലർ എന്താണെന്ന് പഠിക്കാം. റീറ്റെയിലർ, ഹു ഈസ് റീറ്റെയിലർ? റീറ്റെയിലർ ഈസ് ദ പേഴ്സൺ ഹു ഡിസ്ട്രിബ്യൂട്ട് ഗുഡ്സ് ടു ഫൈനൽ കൺസ്യൂമേഴ്സ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, റീറ്റെയിലർ ഈസ് ദ പേഴ്സൺ who distribute goods to the final consumer. ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് ഗുഡ്സ് എത്തിക്കുന്ന ആളാണ് റീറ്റെയിലർ എന്ന് പറയുന്നത്. Then what are the characteristics of a retailer? Retailer is a link between wholesaler and customer. അപ്പം റീറ്റെയിലർ എന്ന് വെച്ചാൽ ഒരു ഹോൾസെയിലറും കസ്റ്റമറും തമ്മിലുള്ള ലിങ്ക് ആണ്. എന്ന് പറഞ്ഞാൽ ഹോൾസെയിലർ ആരാണ്? ബൾക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്ന ആളാണ് ഹോൾസെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസെയിലറിനും കസ്റ്റമേഴ്സിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഏജന്റിനെയാണ് നമ്മൾ റീറ്റെയിലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എ റീറ്റെയിലർ ബൈ ഗുഡ്സ് ഫ്രം ദ ഹോൾസെയിലർ ഇൻ ബൾക്ക് ആൻഡ് റീസെൽസ് ദം ടു കൺസ്യൂമേഴ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്നും ബൾക്ക് പ്രോഡക്റ്റുകൾ ആരാണ് വാങ്ങുന്നത്? റീറ്റെയിലേഴ്സ് ആണ് വാങ്ങുന്നത്. എന്നിട്ട് അത് ഡയറക്റ്റ് കൺസ്യൂമേഴ്സിന് എത്തിക്കുന്നത് ഈ റീറ്റെയിലേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, a retailer maintain personal contact with the customer. കസ്റ്റമറുമായിട്ട് ഒരു പേഴ്സണൽ കോണ്ടാക്ട് വെക്കുന്നത് റീറ്റെയിലറാണ്. കാരണം ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അപ്പം റീറ്റെയിലേഴ്സിന് കസ്റ്റമറുമായിട്ട് എന്താണ് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും. നെക്സ്റ്റ് വൺ, there are small scale retailers and large scale retailers. നമുക്കറിയാം, ചെറിയ ചെറിയ റീറ്റെയിലേഴ്സും ഉണ്ട്, വലിയ റീറ്റെയിലേഴ്സും ഉണ്ട്. These are the characteristics of a retailer. Next one, prerequisite of a retail trade. Prerequisite means what? അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു റീറ്റെയിൽ മാർക്കറ്റിംഗ് കറക്റ്റ് ആയി ചെയ്യാം. ഓക്കെ, അപ്പം ലൊക്കേഷൻ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് നമുക്കുണ്ട് റീറ്റെയിൽ മാർക്കറ്റിങ്ങിൽ. അതിൽ ഫസ്റ്റ് വൺ വരുന്ന ലൊക്കേഷനാണ്. ഒരു റീറ്റെയിലർ എന്ന് പറയുമ്പം കറക്റ്റ് ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. ആ ലൊക്കേഷൻ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ആ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് പോകുന്നതും ആൾക്കാരുടെ കയ്യിൽ എത്തുന്നതും എല്ലാം. ദെൻ പ്രൈസ് ഈസ് ദ മെയിൻ ഫാക്ടർ. ഓരോ പ്രോഡക്റ്റിനും അതിന്റെ രീതിക്കനുസരിച്ചുള്ള പ്രൈസ് നമ്മൾ നിശ്ചയിച്ചിരിക്കണം. ദാറ്റ്സ് വൺ ഇസ് പ്രൈസ്. ദെൻ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ നമുക്ക് എന്താണെന്ന് അറിയാം. പല രീതിയിലും നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് അതിന്റെ അവയർനെസ് എത്തിക്കുന്ന പല രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ദാറ്റ് സെയിൽസ് പ്രൊമോഷൻ. ദെൻ നോളജ് ഓഫ് മെർക്കൻഡൈസിനെ പറ്റിയുള്ള നോളജ് നമുക്കുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് സർവീസ്. നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുന്നതിന് കൂടെ തന്നെ ആഫ്റ്റർ സർവീസും അതുപോലെ തന്നെ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് എഫിഷ്യന്റ് മാനേജ് ചെയ്യണം. അതായത് ഒരു എഫിഷ്യന്റ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഫ്ലോ ഓഫ് ഗുഡ്സും എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ.
നെക്സ്റ്റ് ഈസ് ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ്. ഗുഡ്സിനെ കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുക, മീൻസ് അത് അട്രാക്ട്, അതായത് കസ്റ്റമർ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്പ്ലേ, അതിന്റെ പാക്കേജിങ്, അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കിയിരിക്കണം. ദാറ്റ്സ് ഡിസ്പ്ലേ ഓഫ് ഗുഡ്സ്. ദീസ് ആർ ദ പ്രീറിക്വസിറ്റ്സ് ഓഫ് എ റീറ്റെയിൽ ട്രെൻഡ്. നെക്സ്റ്റ് വൺ ഈസ് റീറ്റെയിൽ മാർക്കറ്റിംഗ് മിക്സ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. മാർക്കറ്റിംഗ് മിക്സ് ഉണ്ട്, അത് ഏതൊക്കെയാണ്? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. അപ്പോൾ റീറ്റെയിൽ മാർക്കറ്റിംഗിന്റെ കേസിൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? That is, one satisfying need is called a product. There are two primary types of merchandise: hard or durable goods like appliances, electronics and sporting equipment, and soft goods like clothing, household items, cosmetics and paper products. നമുക്ക് രണ്ട് തരത്തിലുള്ള ഗുഡ്സിനെ തിരിക്കാം, അല്ലെ പ്രോഡക്ട്സിനെ തിരിക്കാം. That is hard and durable goods. അത് ഹാർഡും ഉണ്ട്, ഡ്യൂറബിൾ ഗുഡ്സും ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് ഗുഡ്സും ഉണ്ട്. Then pricing. Pricing is a key element to any retail strategy. The retail price needs to cover the cost of goods as well as additional overhead cost. ഒരു റീറ്റെയിൽ സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ്, ഒരു ഗുഡ്സിന് ചെലവാകുന്ന കോസ്റ്റ് കവർ ചെയ്തിരിക്കണം പ്രൈസ്. നെക്സ്റ്റ് വൺ ഈസ് പ്ലേസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. The place is where the retailer conduct business within the customers. അതായത് അതായത് നമ്മളുടെ റീറ്റെയിലർ എവിടെയാണ് ആ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്, അതാണ് പ്ലേസ് എന്ന് പറയുന്നത്. സോ പ്ലേസിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് എത്തിച്ചേരാൻ പറ്റണം, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അലൗഡ് ആയിരിക്കണം. അങ്ങനെയുള്ള പ്ലേസ് മാത്രമേ ഒരു റീറ്റെയിലർ ചൂസ് ചെയ്യാവൂ. നെക്സ്റ്റ് വൺ ഈസ് പ്രൊമോഷൻ. പല രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം നമ്മളുടെ പ്രോഡക്റ്റിനെ. So, promotion is the final marketing mix element. Promotion include personal selling, advertising, sales promotion, direct marketing and publicity. A promotion can have wide range of objectives including increasing sales, new product acceptance, creation of brand equity, positioning, competitive relations or creation of a corporate image. Then next important part in the retail marketing is functions of retail marketing. It's very important. So there are 5 functions. That is sorting, breaking bulk, holding stock, additional services and channels of communication. First one, what is sorting? Sorting means retailers balance both demand and supply, buying them in sufficiently large quantities and selling them to consumers in small unit. Sorting means നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു ഹോൾസെയിലർ ഉണ്ട്, ആ ഹോൾസെയിലറിന്റെ കയ്യിലായിരിക്കും ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ആയിരിക്കുന്നത്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ സോർട്ട് ചെയ്ത് ലാർജ് ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്മോൾ യൂണിറ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബ്രേക്കിംഗ് ബൾക്ക്. നമ്മൾ പറഞ്ഞു നമ്മൾ അവരുടെ നിന്ന് വാങ്ങി, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രേക്കിംഗ് ദ ബൾക്ക്. ആ ബൾക്ക് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തതിന് ശേഷം സ്മോൾ ക്വാണ്ടിറ്റീസ് ആയി മാറ്റുന്നു, അതാണ് ബ്രേക്കിംഗ് ബൾക്ക്. സോ ടു റെഡ്യൂസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, manufacturers and wholesalers typically ship large cartons of the product which are then tailored by retailers into smaller quantities to meet the customer needs. Next one is holding stock. What is holding stock? Retailers maintain inventory that allows instant availability of product to customers. അതായത് ഇൻവെന്ററീസിനെ എല്ലാം ഹോൾഡ് ചെയ്താൽ മാത്രമേ ആ ഒരു കസ്റ്റമേഴ്സിന് നമുക്ക് കറക്റ്റ് രീതിയിൽ അവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മീൻസ് ഇൻവെന്ററീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻവെന്ററീസ് എന്ന് പറയും. സോ റീറ്റെയിലേഴ്സ് മെയിൻറ്റെയിൻ ഇൻവെന്ററി ദാറ്റ് അലോസ് ഇൻസ്റ്റന്റ് അവൈലബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ടു കസ്റ്റമേഴ്സ്. അഡീഷണൽ സർവീസസ്, നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള സർവീസ് കൊടുത്താൽ മാത്രമേ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ, അട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. സോ ഇറ്റ് ഇൻക്ലൂഡ് പ്രോഡക്റ്റ് ഗ്യാരണ്ടീസ് കൊടുക്കുക, അതുപോലെ ആഫ്റ്റർ സെയിൽ സർവീസസ് ആൻഡ് ഡീലിംഗ് വിത്ത് കൺസ്യൂമർ കംപ്ലൈന്റ്. കൺസ്യൂമർ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുക, കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് അഡീഷണൽ സർവീസ്.